ഇന്നലെ ദില്ലിയിൽ ഒരു കൂടിക്കാഴ്ച നടന്നു. RSSന്റെ മേധാവി മോഹൻ ഭഗവത് ദില്ലിയിലെ ഹരിയാന ഭവനിൽ വെച്ച് 60ഓളം മുസ്ലിം സംഘടനാ നേതാക്കളും മതപണ്ഡിതന്മാരുമായി ഒരു കൂടിക്കാഴ്ച നടത്തി. ഓൾ ഇന്ത്യ ഇമാം ഓർഗനൈസേഷൻ പ്രസിഡന്റ് ഡോക്ടർ ഇമാം ഉമർ ഇല്യാസിയുടെ നേതൃത്വത്തിലായിരുന്നു ഈ 60-അംഗ സംഘം മോഹൻ ഭഗവതുമായി കൂടിക്കാഴ്ച നടത്തിയത്. ഇതിൽ ഓൾ ഇന്ത്യ ഉലമ കൗൺസിൽ അടക്കമുള്ള സംഘടനകളും ഉണ്ടായിരുന്നു. ഇതിന്റെ പ്രധാന അജണ്ട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാജ്യത്തെ ഹിന്ദു മുസ്ലിം സമൂഹങ്ങൾക്കിടയിൽ സാഹോദര്യം വളർത്തുക, സ്നേഹം വളർത്തുക, തെറ്റിദ്ധാരണകൾ നീക്കുക. ഒപ്പം തന്നെ പൽഗാം, വഖഫ് ബോർഡ്, മദ്രസകളുടെ ഇപ്പോഴുള്ള സാഹചര്യം ഇതെല്ലാം ചർച്ചയായി. തുടർന്ന് വീണ്ടും ഇത്തരത്തിലുള്ള യോഗം നടത്താനും ഇതിൽ തീരുമാനമായിട്ടുണ്ട്. ഒപ്പം തന്നെ സമൂഹത്തിലെ തെറ്റിദ്ധാരണ നീക്കം ചെയ്യാനും ഈ ഇരുവിഭാഗങ്ങൾക്കിടയിലുള്ള സ്നേഹവും സാഹോദര്യവും ഉയർത്തിപ്പിടിക്കുവാനുമുള്ള സന്ദേശം പ്രചരിപ്പിക്കണമെന്നൊരു തീരുമാനമായതായി മുസ്ലിം നേതാക്കൾ അറിയിക്കുന്നു. ഇതാദ്യമായിട്ടല്ല RSSും അല്ലെങ്കിൽ RSSന്റെ നേതാക്കളും മറ്റുമൊക്കെ മുസ്ലിം സംഘടനാ നേതാക്കളുമായി സംസാരിക്കുന്നത്. അത് അവർക്ക് ഓരോ 3 വർഷം കൂടുമ്പോൾ വിവിധ സംസ്ഥാനങ്ങളിൽ അങ്ങനെയുണ്ട്. വിവിധ മതമേലധ്യക്ഷന്മാരുമായി സംസാരിക്കുകയും അവർക്ക് ഇടയിലുള്ള വിഷയങ്ങൾ രമ്യമായി പരിഹരിക്കുകയും ഒപ്പം തന്നെ അവരുടെ ഉന്നയിക്കുന്ന വിഷയങ്ങൾ കേൾക്കുകയും ഒക്കെ ചെയ്യുന്നൊരു പതിവുണ്ട്. ഇപ്പോൾ അത് കുറച്ചുകൂടി വിപുലമായി രാജ്യത്തെ മുസ്ലിം സംഘടനകളെ വിളിച്ചു കൂട്ടിക്കൊണ്ട് അവരുടെ ഒരു നേതൃത്വത്തിലായിരുന്നു ഈ ചർച്ച നടന്നത്. ഏതായാലും നല്ലൊരു ചുവടുവയ്പായി തന്നെ ഇതിനെ കാണാം. കാരണം RSSന്റെ 100-ാം വാർഷികം ഇപ്പോൾ ആരംഭിക്കുകയാണ്. 2025 മുതൽ 26 വരെയാണ് അതിൻ്റെ ആഘോഷ പരിപാടികൾ. ആ ഒരു അവസരത്തിൽ കുറച്ചുകൂടി തെളിമയാർന്ന ഒരു മുന്നോട്ടുള്ള പാതയ്ക്ക് ഇത് കൂടുതൽ സഹായകരമായേക്കാം. ന്യൂസ് ഡെസ്ക് മലയാളം.